പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷം ഫാസ്റ്റ് ഇവിടെ ക്ലാസ് എടുക്കുമ്പോഴേ നമ്മൾ ഒരു റിലേ ഓട്ടം പോലെ ഓരോരുത്തരും ഓടി ഓട്ടം തീർക്കണമെന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് നമ്മുടെ ടീമിലുള്ള ചിലവരെ അവർ ഓടി ബാറ്റൺ കൈമാറുന്നതൊക്കെ നമ്മളിവിടെ കാണിച്ചായിരുന്നു. ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞു അത് വചനപ്രകാരം അതൊരു ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞു നമ്മൾ സഭയായിട്ടാണ് പോകാൻ പറ്റത്തുള്ളൂ, തനിച്ച് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് രണ്ടും യാഥാർത്ഥ്യമായിട്ട് പ്രായോഗികമായിട്ട് രണ്ടും ചേർന്ന് പ്രവൃത്തിപഥത്തിൽ വരുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ച് തരണം. രണ്ടാമത് ഇപ്പോൾ ഈ സഭയുടെ പണി പൂർത്തിയാവാനായിട്ട് സഭയിൽ തന്നെ ഉള്ളവർ ചിലവർ അതിന് ഒരുങ്ങിയില്ലെങ്കിൽ അതുകൊണ്ട് സഭയുടെ പണി താമസിക്കുമോ, അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. നാം കർത്താവിൻ്റെ ഓരോ വിഷയത്തിൽ കൂടെ നാം ഓരോ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇപ്പോൾ റിലേ ഓട്ടത്തിൽ കൂടെ നാം പഠിക്കുന്നത് അവിടെ നമ്മുടെ ശ്രദ്ധ, ഞാനൊരു ബാറ്റൺ കാണിച്ചു, നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങും ഇങ്ങും നോക്കാതെ നമ്മുടെ ഓട്ടം ഓടണം. അവിടെ നമ്മളെ പഠിപ്പിച്ചത് നമ്മിൽ ഓരോ വിഷയത്തിൽ കൂടെ നാം ഓരോ കാര്യങ്ങളാണ് ഗ്രഹിക്കുന്നത്. അന്ന് പറഞ്ഞതിൽ കൂടെ നാം എല്ലാം ഓട്ടക്കളത്തിലാണ്, എല്ലാവരും ഉത്സാഹത്തോടുകൂടെ ഓടണം. ആ ടീമിൻ്റെ ഒരു കൂട്ടം വിശുദ്ധന്മാർ, സാക്ഷിയുടെ വലിയൊരു സമൂഹം ഓട്ടമോടി അക്കരയിൽ വിശ്രമിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അവസരം നമ്മുടെ ഓട്ടവും നാം ഓടിത്തീർക്കണം. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം ഇപ്പോൾ ഭൂമിയിലുള്ളവർ തമ്മിൽ മനസ്സിലാക്കേണ്ടത് ഞാൻ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ്. ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റവരെയും കൊണ്ട് കൂട്ടി ഓടിക്കുന്ന ആ ഓട്ടമല്ല ഇവിടെ ചിന്തിക്കേണ്ടത്. ഇവിടെ ചിന്തിക്കേണ്ടത് തമ്മിൽ അവയവങ്ങൾ തമ്മിൽ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ സഭകളിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാക്യം വായിച്ചു പറഞ്ഞല്ലോ, കള സഭയിൽ വിതയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷിക്കപ്പെടാതെ രോഗസൗഖ്യത്തിനു വേണ്ടി ഭൗതിക നന്മകൾക്ക് വേണ്ടി അനേകർ സഭയിൽ കടന്നു വന്നിട്ടുണ്ട്. അവർ വിചാരിക്കുന്നതൊന്ന് സ്നാനപ്പെട്ടാൽ കാര്യം നടക്കുമെങ്കിൽ സ്നാനപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു ആത്മാവിനാൽ അവർ നിറഞ്ഞ അന്യഭാഷയും സംസാരിക്കുന്നു. അപ്പോൾ അവരുടെ ആത്മാവിനെ പരിശോധിക്കാൻ ആരും നോക്കുന്നില്ല, അഗ്നി വരുന്നുണ്ടോ എന്ന് നോക്കുന്നില്ല. നല്ല ബഹളവും കൊട്ടും പാട്ടും ഒക്കെ ആയതുകൊണ്ട് അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ ആത്മനിറവിൽ ആയി എന്ന് അവർ ചിന്തിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ ദുഷ്ടശക്തികൾ സഭയ്ക്കകത്ത് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് രക്ഷിക്കപ്പെടാതെ വന്നിരിക്കുന്നവർ സുഖമായി ഇരിക്കുക. അങ്ങനെയുള്ളവർക്ക് ഈ വചനം ഒട്ടും ഇഷ്ടപ്പെടുകയില്ല. ഈ വചനം സഭകളിലുള്ള അസ്ഥികളായി അവിടെയായി കിടക്കുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ളവർ ഈ വചനം കേൾക്കുമ്പോൾ അടുത്തടുത്ത് വരും. സഭ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമൂഹമല്ല. സഭ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ തൃശ്ശൂരിൽ സഭയുണ്ട്. ആ സഭയിലുള്ള അംഗങ്ങൾ കുറച്ച് പേര് IPCയിൽ, കുറച്ച് പേര് ചർച്ച് ഓഫ് ഗോഡിൽ, കുറച്ച് പേര് ഷാരോൺ, കുറച്ച് പേര് ഇൻഡിപെൻഡൻറ്റ്, അങ്ങനെ പല സഭകളായി അങ്ങനെ ഓരോരോ ഭാഗങ്ങളായി കിടക്കുകയാണ്. ആ ദൈവമക്കൾ പരിശുദ്ധാത്മാവിനാൽ അടുപ്പിക്കപ്പെടും, അവരടുത്ത് വരും. അതാണ് എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ വായിക്കുന്നതായ അസ്ഥികളുടെ താഴ്വരയിൽ നടക്കുന്ന സംഭവം. അത് അക്ഷരീയമായി ഇസ്രയേലിൽ നടന്നുവെങ്കിലും ഇപ്പോൾ ദൈവമക്കളാകുന്ന നമ്മുടെ ഇടയിൽ നടക്കത്തക്കവണ്ണമുള്ളതായ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ആകർഷിക്കപ്പെടുന്നവർ അടുത്തടുത്ത് വരികയും അങ്ങനെ, അതുകൊണ്ട് സഭയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾ സഭയിലെന്ന് പറഞ്ഞാൽ സഭയിൽ നല്ല സംഘടനയിലുള്ള എല്ലാം, ഇവിടെ സഭയുമുണ്ട് സംഘടനയുമുണ്ട്, സഭയുമുണ്ട് സംഘടനയുമുണ്ട്. അപ്പോൾ സംഘടനയിലുള്ള എല്ലാവരും ഒന്നിച്ചു വരുമെന്നല്ല, സഭയിൽ കർത്താവിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കപ്പെട്ട വീണ്ടും ജനനം പ്രാപിച്ചവർ അടുത്ത് തന്നെ വരും. സംഘടനയിലുള്ളവരെല്ലാവരും വന്നു വരുവാൻ സാധ്യമല്ല.
അപ്പോൾ അങ്ങനെയുള്ളവരെ ഒരുക്കിക്കൊണ്ട് ഓടുവാനും കഴിയില്ല. അതുകൊണ്ട് നമ്മളുടെ ആഗ്രഹം എങ്ങനെയായിരിക്കണം? കർത്താവ് കൊണ്ടുവന്ന ഓരോരുത്തരെ താങ്ങിക്കൊണ്ടുപോകണം. അവരിൽ വാസ്തവത്തിൽ സംഘടനയിൽപ്പെട്ടവരാണോ സഭയിൽപ്പെട്ടവരാണോ എന്ന് മനസ്സിലാകാതിരിക്കുന്നതിനാൽ ആത്മാവിൽ കൂടെ നമ്മെ താഴ്ത്തി മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുമ്പോൾ നമുക്ക് കൂടുതൽ എളിമ ലഭിക്കുവാനിടയാവും. നമ്മുടെ സ്വയം കൂടുതൽ താഴുവാനിടയാവും. അങ്ങനെ നമ്മുടെ സ്വയത്തെ കൂടുതൽ താഴ്ത്തിക്കൊണ്ട് കർത്താവെ ഞാൻ ഒന്നുമില്ലേ, ചാക്കോച്ചൻ സഹോദരനെ, ചെറിയാച്ചൻ സഹോദരനെ നീ ഉണർത്തണമേ, അങ്ങനെ അവനു വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മുടെ ഉത്തരവാദിത്തം കൂടുതൽ മനസ്സിലാകുവാനിടയാവും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആത്മീയ മനുഷ്യൻ കൂടുതൽ ബലപ്പെടുവാനിടയാവും. അപ്പോൾ ഓടുന്നത് നമ്മൾക്ക് മുൻപിലുള്ളതായ ഓട്ടം നോക്കി ഓടുന്ന സമയത്ത് തന്നെ നാം സ്നേഹത്തിലും സഹിഷ്ണുതയിലും മറ്റുള്ളവരെ ശരീരത്തിൻ്റെ അംഗങ്ങളാക്കി കണക്കാക്കി പോകുമ്പോൾ നമ്മുടെ സ്വയം അങ്ങ് മാറും. നമ്മുടെ സ്വയം മാറിക്കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ ഐക്യതയിൽ വരുവാൻ പ്രയാസമില്ലാതായിത്തീരും. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വയം മാറേണ്ടതിന് വേണ്ടി മറ്റുള്ളവരെ കൂടെ കൂട്ടി ഓടുവാനായി പ്രേരിപ്പിച്ച് അവരുമായിട്ട് സഹോദരാ നമുക്ക് പോകാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. അപ്പോൾ ആ സമയത്ത് ആ സഹോദരൻ വാസ്തവമായി രക്ഷിക്കപ്പെട്ട ആളല്ല. അന്യഭാഷയൊക്കെ പറയുന്നുണ്ട്, രക്ഷിക്കപ്പെട്ട ആളല്ല. കാരണം ഭൗതിക കാര്യങ്ങളാണ് എപ്പോഴും മനസ്സിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സുവിശേഷം വീണ്ടും അദ്ദേഹത്തോട് പറയുകയും സ്നേഹത്തോടെ, സഹോദര നീ രക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്, നീ അന്യഭാഷയൊക്കെ പറയുന്നുണ്ട്, എന്നാൽ ആത്മാവിൽ ജീവിക്കുന്നില്ലല്ലോ. നിൻ്റെ ഈ പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്ന നീ ആത്മനദിയിലായിട്ടില്ല, അതുകൊണ്ട് സഹോദര ഒന്ന് രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞ് രക്ഷയിലേക്ക് അവരെ നടത്തുവാനിടയാവും. അങ്ങനെ നാം അവരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് ക്ഷമ, സഹിഷ്ണുത ധാരാളം വരുവാനിടയാകും. അങ്ങനെ സഹിഷ്ണുതയോടെ ഭാരത്തോടെ നമുക്ക് അവരെക്കുറിച്ചുള്ള ഹൃദയഭാരവും വർദ്ധിക്കുവാനിടയാകും. അങ്ങനെ ചെയ്യുവാൻ കർത്താവിന് കൃപ ചെയ്യും. അതുകൊണ്ട് ഇപ്പോഴുള്ള അവസ്ഥയിൽ നമ്മൾ ഓടുന്നത് ഓട്ടമാണ്, അതേ സമയത്ത് മറ്റുള്ളവരെ കൂടെ ചേർത്ത് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ചാക്കോച്ചനെ ചേർത്തുകൊണ്ട് പോകുവാൻ ചാക്കോച്ചനോട് അടുത്ത് അവന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ താഴ്മയുള്ളവരാക്കി തീർത്ത്, ഞാൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ സകലർക്കും സകലവുമായി വളരെ ലേസിയായി മടിയനായിരിക്കുന്ന ചാക്കോച്ചൻ സഹോദരനെ ഞാൻ രാവിലെ പോയി ഉണർത്തും. സഹോദര നമുക്ക് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം, സഹോദര നമുക്ക് വീടുകൾ ഭവന സന്ദർശനത്തിന് പോകാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്വയം മാറുകയും നമ്മൾ ദൈവസ്നേഹം വർദ്ധിക്കുവാനും ഇടയാകും. അപ്പോൾ ഏതെങ്കിലും ഒരു സഹോദരൻ വളരെ മടിയനായി കാണുന്നെങ്കിൽ അവനെ ഉണർത്താനായി പോകുമ്പോൾ നാം നമ്മുടെ സ്വയം താഴുവാനും അവനു വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിക്കുവാനും അങ്ങനെ നാം കൂടുതൽ ആത്മീയരായി തീരുവാനും കാരണമാകും. അതുകൊണ്ടാണ് റോമാലേഖനം 8:28 പറയുന്നത്, സകലതും നന്മയ്ക്കായി. ഇപ്പോൾ നിങ്ങളുടെ സഭയിൽ ഒരു സഹോദരനുണ്ട്, ചെറിയാച്ചൻ സഹോദരന് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ചാടി 2 അന്യഭാഷ പറയും, എന്നാൽ ജീവിതം മുഴുവനും മോശമാണ്, ഒരു വിധത്തിലും ആത്മീയനായി കാണുന്നില്ല. അപ്പോൾ ആ സഹോദരന് വേണ്ടി കരയാൻ തുടങ്ങി. കർത്താവേ, ഈ സഹോദരൻ അന്യഭാഷയൊക്കെ പറയുന്നുണ്ട് ഞായറാഴ്ച, എന്നാൽ ജീവിതം നോക്കിയാൽ കള്ളം പറയുന്നു, വഴക്കുണ്ടാക്കുന്നു, മറ്റുള്ളതല്ല. ഈ സഹോദരനെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസ്നേഹം നമ്മിൽ വർദ്ധിക്കാനും നാം എത്ര ആത്മീയരാന്ന് മനസ്സിലാകാനും ഇടയാക്കും. അങ്ങനെ നമ്മുടെ ആ സഹോദരൻ അങ്ങനെ ഉള്ളത് കൊണ്ട് അവന് വേണ്ടി കരഞ്ഞ് നമ്മുടെ ആത്മീയമായ വളർച്ച ബലപ്പെടുവാനിടയാവും. നമ്മൾ താഴെയോട്ടല്ല, അങ്ങനെയുള്ള സഹോദരന്മാർക്ക് വേണ്ടി കരയുവാൻ അങ്ങനെ കൃപ നൽകി. അങ്ങനെ നമ്മൾക്ക് അതുകൊണ്ട് നമ്മൾക്ക് അവരെ നേടാമെന്ന് പറയുകയല്ല. അദ്ദേഹം രക്ഷിക്കപ്പെടാൻ മനസ്സില്ലെങ്കിൽ, അദ്ദേഹം യഥാർത്ഥമായി രൂപാന്തരപ്പെടാൻ മനസ്സില്ല എങ്കിൽ നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആ സഹോദരനോട് ആത്മീകമായി നാം ഇടപെടുമ്പോൾ, താഴ്മയുള്ളവരായി തീരുമ്പോൾ നമ്മുടെ സ്വയം മാറുന്നു, നമുക്ക് താഴ്മ ലഭിക്കുന്നു, നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയത്തെ പോലെ ആയിത്തീരുവാൻ ഇടയാവും. നമ്മൾ ഈ മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. ആ കാര്യത്തിലൊരു സംശയം എനിക്കുണ്ട്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഒരു ധനവാൻ്റെ മനുഷ്യൻ്റെ കാര്യവിചാരകൻ്റെ കാര്യത്തിലാണത്. അവിടെ ആ മനുഷ്യൻ ചെയ്തത് ഓരോരുത്തരോട് അവരവരുടെ കൈച്ചീട്ട് വാങ്ങിയിട്ട് വളരെ കുറച്ച് വീതം എഴുതാൻ പറഞ്ഞു. പക്ഷേ എന്നാൽ അവിടെ 9-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
എന്ന് പറയുന്നു. അതെന്താണ് അവൻ അങ്ങനെ പറയാൻ കാരണം മനസ്സിലാവുന്നില്ല. അവിടെ കർത്താവ് ഉപമയായി പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ എന്ത് ചെയ്തു, അവൻ്റെ കടം കുറയ്ക്കാനായിട്ട് മറ്റുള്ളവനെ വിളിച്ച് അവൻ ബുദ്ധി ഉപയോഗിച്ചു. അവനെ അവൻ്റെ ഓഫീസിൽ നിന്ന് അവൻ്റെ ഉത്തരവാദിത്തം നിന്ന് എടുക്കുമ്പോൾ അവനെ സ്വീകരിപ്പാനായി കുറച്ചു പേരുടെ അവൻ ചെയ്തത് മുഴുവനും തെറ്റാണ്. എന്നാൽ ദൈവം അവൻ അനീതിയുള്ള മാമോനെ കൊണ്ട് ബുദ്ധി ഉപദേശിച്ചു, അവൻ ബുദ്ധിയുള്ളവനായി തീർന്നതുപോലെ നമ്മുടെ കയ്യിൽ കർത്താവ് അതുപോലെ പണം, അത് കർത്താവ് അനീതിയെ മാമോനെന്ന് പറയുന്നത് ഈ പണം. ആ പണം കൊണ്ട് നാം പണം കൈകാര്യം ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞത് സ്നേഹിതരെ ഉണ്ടാക്കിക്കൊള്ളുവി എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം നമ്മുടെ പണമിടപാടുകളിൽ കളിപ്പീരൊന്നും കൂടാതെ നമ്മളെ അവരടുത്തറിയുന്നവർ, നമ്മളെ സ്വീകരിക്കത്തക്കവണ്ണം നമ്മിൽ യാതൊരു തിന്മയും ഇല്ലാത്തവരായി ഈ അനീതിയുടെ മാമോനാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിലും നമ്മളുടെ ഇടപാടുകളിൽ മറ്റുള്ളവർ ഇവൻ നല്ലവനാണ്, ഇവൻ ഈ കാര്യത്തിൽ വിശ്വസ്തനാണ് എന്ന് മനസ്സിലായി നമ്മളോടൊരു സ്നേഹം അവർക്കുണ്ടാകുവാനിടയാകണം. കൂടുതലായി വിശേഷാൽ നമ്മുടെ ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അവരുടെ ഈ അനീതിയുടെ മാമോനെ കൈകാര്യം ചെയ്യുമ്പോൾ, അപ്പോൾ അതിൽ വിശ്വസ്തത എന്ന് പറയുമ്പോൾ അത് അല്പം മനസ്സിലാക്കാനായിട്ട് പറയുന്നു. 2 പേര് വന്ന് പങ്കുകച്ചവടം ചെയ്യുകയാണ്. പങ്കുകച്ചവടം ചെയ്തപ്പോൾ 2 പേരും മുതൽ മുടക്കിയത് ഓരോ ലക്ഷം രൂപയാണ്. ഓരോ ലക്ഷം രൂപ ആയപ്പോൾ മറ്റേ സഹോദരന് അവൻ വിശ്വാസിയല്ല, അവന് കുറച്ച് കൂടുതൽ വേണമെന്നൊരാഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോൾ സഹോദര, നിനക്ക് 20,000 കൂടുതൽ വേണേൽ നീ അങ്ങ് എടുത്തോ, 20,000 നീ അങ്ങ് എടുത്തു. എടുത്തു പറയുമ്പോൾ ആ സഹോദരന്, ഈ വിശ്വാസിയായ സഹോദരനെക്കുറിച്ച് ഒരു സ്നേഹഭാവം ഉണ്ടാകുവാനിടയാകും. ഞാൻ ആഗ്രഹിച്ച അങ്ങനെ, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നമ്മൾ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട്, അങ്ങനെ നമ്മൾ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, അതിൻ്റെ കർത്താവ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമ്മളതിൻ്റെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, അവൻ പറഞ്ഞാൽ ഓരോരുത്തർ കുറച്ചെഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ നാം വിട്ടുവീഴ്ച ചെയ്തു, നമ്മൾ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് അവരെ, അങ്ങനെ നമ്മൾ ആ അനീതിയെ മാമോനെ കൊണ്ട് നമ്മൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് തുല്യമായി പണം വരുത്തുവാനല്ല. സഹോദരൻ്റെ ഇത് ചെയ്യുന്നവന് കുറച്ച് പണം ആവശ്യമുണ്ട്, അപ്പോൾ അവൻ അതിനെ പിടിച്ചു പറിച്ച് നമ്മൾ എടുക്കുന്നതിനേക്കാൾ നല്ലത് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നീ കുറച്ച് കൂടുതൽ എടുത്തു എന്ന് ദൈവസ്നേഹത്തിലായി കഴിയുമ്പോൾ അവൻ നമ്മൾക്ക് സ്നേഹിതനായി തീരാൻ സാധ്യതയുണ്ട്. ആ ഉദ്ദേശത്തിലാണ് കർത്താവ് ആ ഭാഗമോടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നാം പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കാൻ പറയുന്നു, അതെന്താ? നമ്മുടെ ഈ വിഷയത്തിൽ ഉള്ളതല്ല എങ്കിലും മറ്റ് ചോദ്യങ്ങൾ വരാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞത്, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരെന്ന് പറയുമ്പോൾ കർത്താവ് നമ്മൾക്ക് തന്ന ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ മൂഢന്മാരായി ഇരിക്കാതെ ആ ബുദ്ധിയെ പരിശുദ്ധാത്മാവിൽ കൂടെ നാം കർത്താവിൻ്റെ വേലയിൽ മുൻപോട്ട് പോകുമ്പോൾ മൂഢന്മാരായി നടക്കാതെ പരിശുദ്ധാത്മാവിൽ കൂടെ സൂക്ഷ്മതയോടുകൂടെ നടക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സൂക്ഷ്മതയോടുകൂടെ നാം നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവിൽ ധാരാളം ബുദ്ധി നമുക്ക് തരുന്നുണ്ട്. നമ്മൾ മൂഢന്മാരായി തീരാതെ ഏതെങ്കിലും സാഹചര്യം, ഉദാഹരണമായി ആ ബുദ്ധി ഉപയോഗിക്കേണ്ടത് നമ്മൾക്ക് ഇപ്പോൾ സുവിശേഷ സംബന്ധമായി വലിയ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്, വലിയ കഷ്ടങ്ങൾ നേരിടുന്നുണ്ട്. ആ സമയത്ത് കർത്താവ് തരുന്ന ബുദ്ധി ഉപയോഗിച്ച് നാം മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം. നേപ്പാളിൽ കർത്താവിൻ്റെ രാജാക്കന്മാരുടെ കാലത്താണ്, ഇപ്പോഴല്ല, രാജഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ആരെങ്കിലും സ്നാനപ്പെടുകയാണെങ്കിൽ 6 വർഷം, സ്നാനപ്പെടുത്തുന്നവർക്ക് 16 വർഷം ജയിലുള്ള സമയമാണ്. ഞാൻ അന്ന് നേപ്പാളിൽ ഞങ്ങൾ 1978 മുതൽ നേപ്പാളിൽ പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് പല സഭകളെ അവിടെ സ്ഥാപിക്കുവാനിടയായി. ഞാൻ ആ സമയത്തും നേപ്പാളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാട്ടിലൊക്കെയാണ് പകൽ സമയത്ത്, രാത്രിയിൽ ഓരോ വീടുകളിലും അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം 22 പേരെ സ്നാനപ്പെടുത്താൻ എത്ര പ്രയാസമുണ്ടായി. ഒരാളെ സ്നാനപ്പെടുത്തി പിന്നെ പോയി കരയ്ക്കിരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാണ് വേറൊരാൾ വരുന്നത്. അങ്ങനെ ചെയ്തു വരുന്നപ്പോൾ അവിടെ പല സഭകളായി. ഒരു പ്രാവശ്യം ഞാൻ വിരട്നഗറിൽ വന്ന്
അവിടെ പ്രവർത്തിക്കുന്ന 4 സഹോദരന്മാർക്ക് 4 സൈക്കിൾ വാങ്ങി. അപ്പോൾ അവിടെ സൈക്കിളിൻ്റെ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് ഞങ്ങളെ തേടുന്നു എന്നറിഞ്ഞു. അവർ കുതിരപ്പുറത്തും വരുന്നുണ്ടെന്ന്, കാരണം ഞങ്ങളുടെ ആളുകൾ പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെ നിന്ന് 2 പോലീസുകാർ കുതിരയുടെ പുറത്ത് വരികയാണ്. അപ്പോൾ എൻ്റെ കൂടെ 4 കർത്താവിൻ്റെ ദാസന്മാരുണ്ട്. സൈക്കിൾ കടയുടെ മുൻപിലാണ്. ഞാൻ 4 സൈക്കിൾ വാങ്ങി എൻ്റെ പണം കൊടുത്തു. എൻ്റെ ബാഗ് അവരുടെ കയ്യിലുണ്ട്. അവർ 4 നേപ്പാളികളാണ്. അവർ സൈക്കിൾ പിടിച്ചുകൊണ്ടിരിക്കുക. അന്നേരമാണ് വരുന്നത്. അപ്പോൾ നേപ്പാളികളുടെ ഇടയിൽ എന്നെ കണ്ടുപിടിക്കാൻ, ഇന്ത്യക്കാരെ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല. അപ്പോൾ അവർ കുതിരപ്പുറത്തോ 2 കുതിരയിൽ അവർ പോലീസ് വരികയാണ്. ഉടനെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ദാവീദ് രാജാവിൻ്റെ അടുക്കൽ പ്രാർത്ഥനയെ പോലെ പെരുമാറി. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത്, അവിടെ ഒരു നിലത്തൊരാൾ കൊട്ടയ്ക്കകത്ത് പഴം വിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ അടുക്കൽ ഇരുന്നിട്ട് 5 രൂപ കൊടുത്തിട്ട് കുറച്ച് പഴം തരാൻ പറഞ്ഞു. പഴം എടുത്തിട്ട് ഒരു പഴം ഇങ്ങനെ തിന്ന്, ഒരു പഴത്തിൻ്റെ തൊലി എടുത്ത് എൻ്റെ തോളത്തിങ്ങനെ വെച്ചിട്ട് ഒരു പഴം ഭ്രാന്തനെ പോലെ ഞാൻ അവിടെ അഭിനയിച്ചു. അവിടെ ഇരുന്ന് ആ പോലീസുകാർ കുതിരപ്പുറത്ത് പോകുമ്പോൾ ഞാൻ അവരെ നോക്കി ഇങ്ങനെ ചിരിച്ചു. അപ്പോൾ പഴത്തിൻ്റെ തൊലി എൻ്റെ തോളയിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്. ഇതുണ്ട്. അവരെന്നെ കാണാതെ പോയി. ഞാൻ എഴുന്നേറ്റ് കുറച്ച് നേരം കഴിഞ്ഞ് 1/2 കിലോമീറ്റർ നടന്നു വന്ന് അങ്ങനെയാണ് ആ പ്രാവശ്യം രക്ഷപ്പെടുവാനിടയായത്. ഞാനവിടെ നാടകം അഭിനയിച്ചതല്ല. ദൈവം പെട്ടെന്ന് പ്രാർത്ഥനയെ പോലെ അഭിനയിക്കുവാനൊരു ബുദ്ധി ദൈവം അന്നേരം എനിക്ക് ഉടനെ ഓർമ്മ തന്നു. അങ്ങനെയാണ് ആ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുവാനിടയായത്. അത് ഞാൻ പ്രാർത്ഥനയെ പോലെ അഭിനയിച്ചത് വ്യാജമായിരുന്നല്ല. പരിശുദ്ധാത്മാവ് ഉടനെ അങ്ങനെ തന്നെ എന്നോട് അവരൊന്നും ചോദിച്ചില്ലേ. എന്നെ കണ്ടിട്ട് ഞാൻ പ്രാർത്ഥന പോലെ നമുക്ക് തോന്നി, അങ്ങ് പോയി. അങ്ങനെയുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾ പ്രാർത്ഥനയെ പോലെ അവിടെ അഭിനയിച്ച വ്യാജഭാവമല്ലോ, നിങ്ങനെ എന്തിനാണ് വ്യാജഭാവം നടിച്ചത്? എന്നാൽ അന്നേരം പരിശുദ്ധാത്മാവ് എനിക്ക് അങ്ങനെ ഓർമ്മ തന്നു. അങ്ങനെ ചെയ്തു. എന്നോടവർ ഒന്നും ചോദിക്കാതെ അങ്ങനെ രക്ഷപ്പെടുവാനിടയായി. നിങ്ങൾ പറയും, ഇത് തെറ്റായ മാർഗമാണ്, ഇതാണോ വിശുദ്ധൻ ചെയ്യേണ്ടത് വ്യാജഭാവം കാണിച്ചാണോ? എന്നെ അതേ സമയത്ത് അവരവിടെ ഇറങ്ങി ചോദിച്ചത് അതിനെ പിടിച്ചേനെ ഒന്ന്. അന്നേരം ഞാൻ അവരോട് വ്യാജം പറയുകയില്ലായിരുന്നു. അവരെന്നോട് ചോദിച്ചാൽ ഒരു കാലത്തും വ്യാജം പറയുകയില്ല. എന്നാൽ അങ്ങനെയൊരു ബുദ്ധിപൂർവം ഒരു കാര്യം ചെയ്യുവാൻ കർത്താവ് ആ സമയത്ത് കൃപ നൽകി. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുവാനിടയായി. അതുപോലെ എന്നാൽ ഇത് വ്യാജഭാവമായി വന്നാൽ അത് പാപമാണ്. വ്യാജഭാവമായി നമ്മളത് എവിടെയെങ്കിലും ചെന്ന് പ്രാർത്ഥനയെ പോലെ പെരുമാറിയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അത് ഞാനും പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു, കർത്താവേ ഞാനത് ചെയ്ത പാപമാണോ? ഞാൻ വ്യാജഭാവമാണല്ലോ കാണിച്ചത്, ഞാൻ പ്രാർത്ഥനല്ല, എന്നിട്ടും പ്രാർത്ഥനയെ പോലെ ഞാൻ അവിടെ പെരുമാറിയത് അത് ശരിയാണോ എന്ന് 2-3 ദിവസം ഞാൻ ആ കാര്യം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആത്മാവിൽ എനിക്ക് മനസ്സിലായത്, പരിശുദ്ധാത്മാവൻ ആണ് എന്നെ ആ കാര്യം അന്നേരം ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് അങ്ങനെ ചെയ്ത് നിന്നെ. അതുകൊണ്ട് അവരവിടെ പോലീസ് അതേ സമയത്ത് എന്നെ നിർത്തി എന്നോട് ചോദ്യം ചെയ്യുകയാണ്. ഞാൻ പ്രാർത്ഥന അഭിനയിക്കാൻ കഴിയുകയില്ല, അങ്ങനെ അഭിനയിച്ചാൽ അത് പാപമാണ്. എന്നാൽ അന്നേരം അങ്ങനെ ഒരു ചിന്ത വന്നു. എന്നാൽ ആ ഒരു ചിന്ത എടുത്തുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോയാൽ പാപമായി, വ്യാജഭാവം തന്നെ പാപമാണ്. വ്യാജഭാവം നമുക്ക് വരാൻ പാടില്ല, വ്യാജഭാവം. അപ്പോൾ ഓരോ സമയത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തേണ്ടത്? ഇപ്പോൾ അതുപോലെ ചൈനയിൽ വെച്ച്, അത് നിങ്ങൾ പറയും വ്യാജഭാവം, നിങ്ങൾ പറയാനായിട്ടാണ്. ചൈനയിൽ വെച്ച് എന്നെ അറസ്റ്റ് ചെയ്തു. അതെല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ വിശ്വാസികളെ പിടിക്കാനായിട്ട് വന്നു. വിശ്വാസികളെ പിടിക്കാനായപ്പോൾ ഞാൻ സാനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബൈ എയറിൽ വരുന്നിടത്ത് പോലീസ് വിശ്വാസികളെ കൊണ്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുൻപിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ല കണ്ണാടിയുണ്ട് ഒരു വഴിയുണ്ടായിട്ട്. അപ്പം ഞാൻ വിശ്വാസികളെ എല്ലാം കണ്ടിട്ടും അവർ കൈ ആട്ടിയിട്ട് ഞാൻ കൈ ആട്ടിയില്ല. കാരണം ഞാൻ കൈ ആട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാം വിശ്വാസികളാണെന്ന് അവരെന്നെ കണ്ടപ്പോഴത്തേക്ക് അങ്ങ് കൈ ആട്ടിക്കഴിഞ്ഞു. ഞാൻ പോലീസ് എസ്കോർട്ടറിലാണ് വരുന്നത്. അപ്പോൾ വിശ്വാസികളെ പിടിക്കാൻ ഞാൻ അവരെ കണ്ടിട്ടില്ലാത്ത ഭാവം നയിക്കേണ്ടി വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ശക്തമായി പറഞ്ഞു, ഞാൻ അവരെ കണ്ട് കൈ കാണിക്കുകയാണെങ്കിൽ ഒരു 10-30 പേര് അന്നേരം അറസ്റ്റാവും.
എന്നെ എസ്കോട്ട് ചെയ്തുകൊണ്ട് വരികയാണ്. ചൈനയുടെ ബോർഡറിൽ കൊണ്ടുവരുവാൻ, വേറൊരു പട്ടണത്തിൽ നിന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ എൻ്റെ പുറകെയും പോലീസ് ഇങ്ങനെ നോക്കണം. അപ്പോൾ വിശ്വാസികളായ സഹോദരന്മാർ അവിടെ വന്ന് നിൽക്കുന്ന കണ്ടിട്ട് അവരെ കാണാത്തതുപോലെ പിന്നെ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അവരെ കാണുവാനും ഞാൻ പറഞ്ഞു, ഇതാണ് കാര്യം, ഇങ്ങനെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി എനിക്കങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ ചില സമയത്ത് നമ്മൾക്ക് ബുദ്ധിപൂർവം കൈകാര്യം ചെയ്തേ മതിയായുള്ളൂ. ഇനിയും അതോടുകൂടെ ജമ്മുവിൽ വളരെ പ്രയാസമായി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസിയുടെ 13 സ്ഥലത്ത് ആരാധന നടക്കുന്നുണ്ട്. ബ്രാഹ്മണന്മാരായിട്ടാണ് കൂടുതൽ പേര് മുൻപോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, അപ്പോൾ ഞങ്ങളവിടെ വാടക വീട്ടിൽ താമസിക്കുകയാണ്. ഈ 2-3 മാസം മുൻപ് കർത്താവ് എന്നോട് പറഞ്ഞു, നീയുടെ സാധനങ്ങളെല്ലാം പരസ്യമായി അവിടുന്ന് കൊണ്ടുവരാൻ പറഞ്ഞു ഗുരുദാസ്പൂരിലേക്ക്. അപ്പോൾ നിങ്ങൾ അവിടുന്ന് വിട്ടുപോയി എന്നവരറിയട്ടെ. എന്നാൽ വിട്ടുപോയി എന്നവരറിയുന്നെങ്കിൽ ഞങ്ങൾ രഹസ്യമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിട്ടുപോയി പരസ്യമായി നോക്കിയാൽ കട്ടിലും മറ്റതെല്ലാം കെട്ടി കൊണ്ടുപോന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളവർക്ക് മനസ്സിലായി ഇവരെല്ലാം ഇവിടുന്ന് ഓടിപ്പോയി. എന്നാൽ ഞങ്ങൾ അവിടെ നിന്ന് ഓടിപ്പോയിട്ടില്ല. ഞങ്ങളുടെ ഓഫീസെല്ലാം ഗുരുദാസ്പൂരിൽ വന്നെങ്കിലും ധാരാളമായി അവിടെ 13 സഭകളിലും വളരെ ശക്തമായി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നാം പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായി പെരുമാറും, എന്നാൽ വ്യാജഭാവം ഉണ്ടാകാതെ നാം മുൻപോട്ട് പോവുകയാണ്. പ്രാർത്ഥിക്കാം. നമുക്ക് അല്പനേരം എഴുന്നേറ്റ് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വാതന്ത്ര്യമായി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിലിരിക്കാമല്ലോ. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇപ്പോൾ അത് പറയണമെന്ന് പറഞ്ഞു. ചൈനയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എല്ലാ പൂർണ്ണ സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി ടേപ്പുകൾ ഉണ്ടാക്കുവാനിടയായി. അന്ന് അന്ന് CD ഇല്ല, കസറ്റ് ടേപ്പ്. അപ്പോൾ ഒരു ദിവസം തന്നെ 3 ഹോട്ടലുകൾ മാറേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഉപദേശത്തിൻ്റെ എല്ലാ കസറ്റുകളും ഞാൻ ഇംഗ്ലീഷും ചൈനീസ് ഭാഷയിൽ അവിടുത്തെ ആളുകളും സഹോദര സഹോദരിമാരെ ഒരുക്കി ക്രമീകരിച്ചു. പോലീസിന് ഇത് പിടികിട്ടി. കസറ്റ് ഉണ്ടാക്കി എന്നെ 3 പ്രാവശ്യം ചൈനയിൽ വെച്ച് അറസ്റ്റ് ചെയ്തതാണ്. പോലീസിന് ഇത് പിടികിട്ടിയപ്പോൾ എന്താണ് ചെയ്യുന്നത്? കർത്താവ് അപ്പോൾ എനിക്ക് വന്ന് ലിവിങ് ബ്രെഡാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ബ്രെഡ് വാങ്ങിച്ചിട്ട് സ്ലൈസ് ഉണ്ടാക്കി ആ സ്ലൈസിനകത്ത് പ്ലാസ്റ്റിക് വെച്ച് കസറ്റ് വെച്ചിട്ട് ടേപ്പ് ചുറ്റി. അപ്പോൾ ലിവിങ് ബ്രെഡാക്കിയാണ് ഓരോ സഭകളും എത്തിക്കാനിടയായത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് വ്യാജഭാവമാണ്. അല്ല, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ വേറൊരു മാർഗവുമില്ല. കസറ്റ് ഉണ്ടാക്കിയിട്ട് അത് ചെറിയ പ്ലാസ്റ്റിക് കൊണ്ട് തിൻ പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞിട്ട് അതിൻ്റെ 2 സൈഡിലും ബ്രെഡ് വെച്ച് അതിൻ്റെ പുറത്ത് വീണ്ടും ഒരു ഇത് ചെയ്തിട്ട് അങ്ങനെ പാക്ക് ചെയ്ത്. അപ്പോൾ പോലീസ് പലയിടത്ത് ചെക്ക് ചെയ്തപ്പോഴും ബ്രെഡ് ആയതുകൊണ്ട് കണ്ടുപിടിച്ചില്ല. പല പ്രാവശ്യം ചെക്ക് ചെയ്തു. പിന്നെ അതിൻ്റെ മാസ്റ്റർ കോപ്പി എല്ലാം വെച്ചുകൊണ്ടിരുന്ന കിച്ചണിലാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സുവിശേഷം അറിയിക്കുവാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമ്മൾക്ക് അങ്ങനെയൊക്കെ ചെയ്തേ മതിയാകും. ഇനി നിങ്ങൾ പറയും,
ഇത് ഞങ്ങളുടെ കൂടെയുള്ള സഹോദരിമാർ, ഞാൻ സഹോദരിമാരുടെ ടീമിനെ കൊണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനേക സ്ഥലങ്ങളിൽ സുവിശേഷം കൊണ്ടുപോകാൻ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർ കാതിൽ പൂവും കഴുത്തെ മാലയും കയ്യിൽ വളയും ഒക്കെ ഇട്ട് ആണ് അവരുടെ ഇടയിലേക്ക് പോകുന്നത്. കാരണം നമ്മളാരും ആഭരണം ഉപയോഗിക്കുകയില്ലെന്നാണ് എല്ലാവരുടെയും ചിന്ത. അപ്പോൾ നമ്മുടെ സഹോദരിമാർ അങ്ങനെ വസ്ത്രം ധരിച്ച് അവരെ പോലായി അവർ നമ്മുടെ വിശ്വാസികളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അതെല്ലാം മാറ്റി അവർ കർത്താവിന്. അതുകൊണ്ട് നിങ്ങൾ അവിടെ വന്നാൽ ഈ നക്കലി ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങൾ അതെന്തിനു വേണ്ടി മാത്രം? അവർക്ക് സുന്ദരികളായി നടക്കാനല്ല. എവിടെ പ്രതികൂലങ്ങൾ കൂടുതലുണ്ട്. ഞങ്ങളുടെ പല സ്ഥലങ്ങളിൽ പാസ്റ്റേഴ്സിന് പോകാൻ കഴിയുന്നില്ല. വടക്കേ ഇന്ത്യയിൽ അവർ പല സഭകൾക്ക് പാസ്റ്റേഴ്സായി കാണുന്നവരെ അവർ പിടിക്കുകയും ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന കാലമാണിപ്പോൾ. അങ്ങനെയുള്ളിടത്ത് സഹോദരിമാർ പൂർണ്ണമായി വളരെ കഷ്ടപ്പെട്ട് വേല ചെയ്ത് ഇപ്പോഴും ഞാനിവിടെ ആയിരിക്കുമ്പോഴും റിയാസി പർവ്വതങ്ങളിലെല്ലാം നമ്മുടെ സഹോദരിമാർ രഹസ്യമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അത് പരിശുദ്ധാത്മാവിൽ കൂടെ ആത്മാവിൻ്റെ പ്രേരണയാൽ അങ്ങനെ ഞങ്ങൾ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം അത്രമാത്രം അങ്ങനെ അവർ. അതുപോലെ എൻ്റെ ഭാര്യയാണെങ്കിൽ മുസ്ലിങ്ങളുടെ മസ്ജിദിൽ ഞാൻ എൻ്റെ ഭാര്യയും മകളെയും അയച്ചത് അവരുടെ ബുർഖ ഇടിയിച്ചാണ്. എൻ്റെ ഭാര്യയും ബുർഖ ഇടിച്ചിട്ട് പോകും, എൻ്റെ മകളും അതുപോലെ സഹോദരിമാരും. അല്ലാതെ അങ്ങനെ ഇരുന്നപ്പോഴും ഒരു പ്രാവശ്യം ഡൽഹിയിൽ ജുമാ മസ്ജിദിൽ വെച്ച് പിടിച്ചു. ഞാനുമുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യയും സഹോദരിമാരെല്ലാം ഉണ്ട്, 10-11 പേരുണ്ട്. കാരണം ഓരോ വീടുകളിൽ ബുർക്കായിട്ടുണ്ട്. ഉടനെ ചെന്നപ്പോൾ എൻ്റെ ഇങ്ങനെ കഴുത്തിന് പിടിച്ചിട്ട് പറഞ്ഞു, ഇവരെല്ലാം മുസ്ലിങ്ങളാണോ എന്ന് ചോദിച്ചു. ഈ സഹോദരിമാരെല്ലാം അവർക്ക് മനസ്സിലായി ഇവരുടെ കയ്യിലുള്ളത് സുവിശേഷമാണ്. ഉടനെ ഞാൻ അവരോട് പറഞ്ഞത്, അവർ മുസ്ലിങ്ങളല്ല, പിന്നെ എങ്ങനെ ഇങ്ങനെ വസ്ത്രം ഇട്ടത്? ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെയുള്ള വസ്ത്രമാണ് നിങ്ങൾക്കിഷ്ടം, അതുകൊണ്ടാണ് ഞങ്ങളുടെ സഹോദരിമാരിട്ടതെന്ന് പറഞ്ഞു. അപ്പം അത് എന്നെ പിടിച്ച് നിന്നെ ഇന്ന് കൊല്ലുക തന്നെ എന്ന് പറഞ്ഞ് വേറൊരു വഴി കൊണ്ടുപോയപ്പോഴത്തേക്ക് സഹോദരിമാർ അവിടുന്ന് രക്ഷപ്പെടുവാനിടയായി. ഡൽഹി ജമാ മസ്ജിദിൻ്റെ അവിടുത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എന്നെ അവരെന്ന് തീർച്ചയായിട്ടും കൊല്ലുമെന്നുള്ള നിലയിലായിരുന്നു. ഞങ്ങൾ 4 ദിവസം അവിടെ അങ്ങനെ പ്രവർത്തിച്ചു ഡൽഹി. കാരണം മുസ്ലിങ്ങളുടെ കോളനിയിൽ ആരും പ്രവർത്തിക്കാറില്ല. കർത്താവ് അങ്ങനെ പ്രേരണ തന്നു. ഞങ്ങളുടെ അവിടെ ജുമാ മസ്ജിദിൽ പോയിരുന്ന് 4 ദിവസം പ്രാർത്ഥിച്ചിട്ടാണ് ഈ പ്രോഗ്രാം അവിടെ ആരംഭിക്കുവാനിടയായത്. അവിടുത്തെ മാർക്കറ്റിൽ തന്നെ മീന ബസാറുണ്ട്. ആ ബസാറിൽ നിന്ന് തന്നെയാണ് ഈ ബുർഖ എല്ലാം കറുത്ത വസ്ത്രമെല്ലാം മേടിച്ചത്. എൻ്റെ കൂടെ വേറെ ജോൺ കിസ്കോ എന്ന് പറഞ്ഞ റോമൻ കാത്തലിക് ഫാദർ ആയിരുന്ന ഒരാൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. 19 വർഷം റോമൻ കാത്തലിക് ഫാദറായിരുന്നു. അദ്ദേഹം 12 വർഷം സെമിനാരിയിൽ പഠിച്ചാണ്. കേരളത്തിൽ വന്ന് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും അഭിഷേകം പ്രാപിക്കുവാനും ഞങ്ങളുടെ കൂടെ വേലയിൽ അദ്ദേഹം ഇപ്പോൾ ആയിരിക്കുന്നു. അദ്ദേഹവും ഉണ്ടായിരുന്നു. എന്നാൽ കൃപയാൽ എന്നെ പിടിച്ചവർ മുറിയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു വൃത്തനായ മനുഷ്യൻ ഒരു കഥവ് തുറന്ന് ഇതിലെ ഓടിക്കോളാൻ പറ്റുള്ളൂ. അങ്ങനെ ഓടുവാനിടയായി. അതിങ്ങനെ ഞങ്ങൾ ഓടി മറ്റേ വണ്ടിയിൽ ചെന്നപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് 1/2 മണിക്കൂർ സമയം തരുന്നു, ഇവിടെ എല്ലാം ഓപ്പണായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളുടെ വാഹനത്തിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് 1/2 മണിക്കൂർ കൊണ്ട് അവിടെ മുഴുവനും തുറന്നു ചെയ്തു. ആരും ഒന്നും ഞങ്ങളെ ചെയ്യാതെ ഇരുപ്പാൻ കർത്താവ് പ്രത്യേക ഭദ്രത നടത്തി. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തമായ ലാഭത്തിനു വേണ്ടി വ്യാജഭാവം കാണിച്ചാൽ അത് പാപമാണ്. അങ്ങനെ വ്യാജഭാവം കാണിക്കുന്നതിന് ഒരു നടന്നില്ല. പൂർണ്ണമായി നിർമ്മലന്മാരായിരിക്കണം. എന്നാൽ കർത്താവിൻ്റെ വേലയിൽ വരുമ്പോൾ കർത്താവ് അവിടെയും എന്നെ പിടിച്ചു ചോദിച്ചാൽ നീ ആരാണ്? സഹോദരിമാരെ ചോദിച്ചത് ആരാണ്? ഉടനെ ഞാൻ അവരോട് മുസ്ലിങ്ങളെന്ന് പറഞ്ഞല്ല. അവർ മുസ്ലിങ്ങളല്ല, ക്രിസ്ത്യാനികളെ തന്നെ, യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് തന്നെ പറയുവാനിടയായി. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ വസ്ത്രം ധരിച്ചത്? ഇതാണ് നിങ്ങൾക്കിഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ നാം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാജഭാവം കാണിക്കാതെ പരിശുദ്ധാത്മാവിൽ കൂടെ പൂർണ്ണ വിശുദ്ധരായി തന്നെ ഇരിക്കണം. എന്നാൽ ബുദ്ധിയിൽ കൂടെ കർത്താവ് അവിടെ പറഞ്ഞതുപോലെ ബുദ്ധിയിൽ കൂടെ പാപം കൂടാതെ, നമുക്ക് ലാഭമൊന്നും ഉണ്ടാക്കാതെ, വ്യാജ ലാഭമൊന്നും ഉണ്ടാക്കാതെ. ഇപ്പോൾ ഇതേ സമയത്ത് ഞാൻ പ്രാർത്ഥനയെ പോലെ അവിടെ ഇരുന്നു കൊണ്ട് അവിടെ ബ്ലാക്ക് മണി അല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്തുകയാണെങ്കിൽ അത് പാപമാണ്. എന്നാൽ ആ സമയത്തേക്ക്, അല്പസമയത്തേക്ക്, അതുകൊണ്ട് ഈ കാര്യങ്ങൾ പൂർണ്ണമായി ആത്മാവിൻ്റെ പ്രേരണയാൽ ആത്മാവ് നടത്തുന്നത് പോലെ ചെയ്തില്ല എങ്കിൽ അത് പാപമായി മാറും. അങ്ങനെ പാപമായി മാറാതെ
പൂർണ്ണ വിശുദ്ധിയോട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ആ ചോദ്യം വന്നത്. ഞാനങ്ങനെ ഭ്രാന്തനായി അഭിനയിച്ചത് വ്യാജഭാവം പാപമാണല്ലോ, വ്യാജഭാവം പാപമാണല്ലോ, വ്യാജഭാവം പാപമാണല്ലോ എന്നുള്ളത് ചിന്തിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പിന്നാണ് പരിശുദ്ധാത്മാവ് എനിക്ക് ആ കാര്യത്തിൽ സന്തോഷം തന്നത്. അതുകൊണ്ട് എം സാമുവേൽ ഇങ്ങനെ വ്യാജഭാവം കാണിച്ചു, നമ്മൾക്ക് വ്യാജഭാവം കാണിക്കാമെന്ന് പറഞ്ഞാൽ, കള്ളന്മാരെ പോലെ അല്ലെങ്കിൽ ഭ്രാന്തന്മാരെ അഭിനയിക്കുമെന്ന് പറഞ്ഞാൽ അത് പാപമാകും. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ പറയുന്നത്. ഇത് മറയെടുത്തിട്ട് നിങ്ങൾ തെറ്റ് ചെയ്യരുത്. പരിശുദ്ധാത്മാവിൽ കൂടെ വ്യാജഭാവം പാപമാണ് എന്നെപ്പോഴും അറിഞ്ഞിരിക്കണം. സ്തോത്രം. നമ്മുടെ തുടർന്നുള്ളതായ ചിന്തയ്ക്കായി സഭാപ്രസംഗി 4-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യം വായിച്ചാട്ട്. സഭാപ്രസംഗി 4:7-8. Songs of Solomon chapter 4 verse 7 and 8. ഞാൻ പിന്നെയും സൂര്യന് കീഴെ മായ കണ്ടു, ഏകാഗിയായ I'm sorry, സഭാപ്രസംഗി അല്ല, ക്ഷമിക്കണേ, ഉത്തമഗീതം. ഞാൻ പറഞ്ഞതിൽ തെറ്റിപ്പോയി. ഉത്തമഗീതം, സോങ്സ് ഓഫ് സോളമൻ, ഉത്തമഗീതം 7-ാം അധ്യായത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 7-8. എൻ്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല. കാന്തേ, ലെബാനോനെ വിട്ട് എന്നോടുകൂടെ വരിക. അമാന മുകളും ശനീർ ഹെർമോൻ കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലികളുടെ പർവ്വതങ്ങളും വിട്ട് പോരുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രിയിലും നിൻ്റെ മണവാട്ടിയെ നീ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരുന്നതിനാൽ സ്തോത്രം. കർത്താവേ, നിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെട്ടവരായി നിൻ്റെ കാന്തി ഒരുങ്ങിയിരിപ്പാൻ നീ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങളെ അതിനു വേണ്ടി നീ ഒരുക്കുമാറാകണമേ. നിൻ്റെ വചനം ഞങ്ങൾ യഥാർത്ഥമായി ഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആരുടെയെങ്കിലും ഹൃദയം ഈ ലോകത്തിൻ്റെ ദൈവം കുരുടാക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവേ, ആ ഹൃദയത്തെ നീ തുറക്കുമാറാകണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ ഉത്തമഗീതത്തിൻ്റെ പുറകിലുള്ളതായ കഥയെല്ലാം നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് അതിനുവേണ്ടി അത് പറഞ്ഞ് സമയം ചെലവഴിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇവിടെ ആ പെൺകുട്ടി ഉണ്ട്. ഇടയെ ചേർക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സാദൃശ്യമായി നിൽക്കുന്നു. ആ പെൺകുട്ടി ശൂലേമി സഭയ്ക്ക് സാദൃശ്യമായി നിൽക്കുന്നു. അതുപോലെ വലിയവനായ ശലോമോൻ രാജാവ് ഈ ലോകത്തിന് തുല്യമായി നിൽക്കുന്നു, അതിന് സദൃശ്യമായി നിൽക്കുന്നു. അതെല്ലാം നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാവുന്ന കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് വിവരിച്ച് സമയം നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ആ പെൺകുട്ടി ശലോമോൻ്റെ കൊട്ടാരത്തിൽ സുഖമായി വസിക്കുമ്പോൾ സ്നേഹം നിറഞ്ഞ അവൻ പറയുന്നത്, എൻ്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളെ കർത്താവ് തൻ്റെ കാന്തയായി കണക്കാക്കിയിരിക്കുമ്പോൾ നാം ഈ ലോക സുഖത്തിൽ ആയിരിക്കുമ്പോഴും സ്നേഹവാനായ കർത്താവ് നമ്മളെ വീണ്ടും സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്. ഇന്ന് പകലിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്നേഹവാനായ കർത്താവ് സ്നേഹത്തോടെ നമ്മൾ വിളിക്കും. എൻ്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല. അതിൻ്റെ കൂടെ പറയുന്നത്, കാന്തേ, ലബാനോനെ വിട്ട് എന്നോടുകൂടെ പോരുക, ലബാനോനെ വിട്ട് എന്നോടുകൂടെ വരിക. അമാനമുകളും ശനീർ ഹെർമോൻ കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലിയുടെ പർവ്വതങ്ങളും വിട്ടു പോരുക. ഈ ലോകത്തിൻ്റെ സുഖത്തിൽ നാം മുൻപോട്ട് പോകുമ്പോൾ അവിടെ പുള്ളിപ്പുലികളും സിംഹങ്ങളുമെല്ലാം ഉണ്ട്. അത് നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും എല്ലാം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ദൈവസഭയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഭൗതിക സുഖങ്ങളിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുവാനായിട്ടല്ല. അവിടെ പറയുന്ന സ്നേഹത്തോടെ വിളിക്കുകയാണ്, എന്നെ പുള്ളിപ്പുലിയുടെയും ഗുഹകളും വിട്ട് എന്നോടുകൂടെ പോരുക. സ്തോത്രം.
ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര ആഴമായ സ്നേഹമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം എത്ര ആഴമായ സ്നേഹമാണ്. ഈ കാര്യത്തെ ഓർപ്പിച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം 13-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. എബ്രായർ 13-12 മുതൽ 14, ഹിബ്രു 13:12-14, എബ്രാനി 13:12-14 തക്. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വച്ച് കഷ്ടമനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കലേക്ക് ചെല്ലുക. ആകയാൽ നാം അവൻ്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. ഈ പാളയമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസം കാണും. നിങ്ങൾ വടക്കേന്ത്യയിൽ വന്നാൽ, പണ്ട് ഇവിടെ കേരളത്തിൽ മുൻപുണ്ടായിരുന്നിരിക്കാൻ ഞാൻ കണ്ടിട്ടില്ല, വടക്കേന്ത്യയിൽ പല 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 ഗ്രാമങ്ങൾ, വലിയ ഗ്രാമങ്ങളിലൊക്കെ രാജാക്കന്മാർ വാണ കാലമാണ്. ആ രാജാക്കന്മാർ വാണ സ്ഥലത്തെല്ലാം ചുറ്റും വലിയ കോട്ടകൾ കെട്ടിയിട്ടുണ്ട്. ആ കോട്ടയ്ക്കകത്താണ് ജനങ്ങൾ താമസിക്കുന്നത്. കൃഷിയൊക്കെ ചെയ്യാൻ അവർ വെളിയിൽ പോകും. അപ്പോൾ അങ്ങനെ കോട്ടയ്ക്കകത്ത് അവർ താമസിക്കുമ്പോൾ അന്ന് ഇതുപോലെ ഫ്ലഷ് ഔട്ട് ലാട്രിനൊന്നുമുള്ള കാലമല്ല. അപ്പോൾ ആ കോട്ടയ്ക്ക് വെളിയിൽ മലമൂത്രങ്ങളും ചത്ത പട്ടിയും പൂച്ചയും അങ്ങനെയുള്ളതായ വൃത്തികെട്ട ഒരു സ്ഥലമാണ്. അതേ കാര്യം ഓർപ്പിച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പാളയത്തിന് പുറത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന, ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. പ്രിയമുള്ളവരെ, കർത്താവിനു വേണ്ടി നിന്ന ചുമക്കുവാൻ നാം ഒരുക്കമുള്ളവരായി തീരണം. നാം പറയുന്ന എല്ലാവരുടെയും അടുക്കൽ പോയി എല്ലാ കാര്യങ്ങളും നമ്മൾ സ്ഥിരീകരിക്കേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ നാമത്തിൽ നിന്ന സഹിക്കുവാൻ ഒരു ഭാഗ്യം ലഭിച്ചെങ്കിൽ ആ നിന്ന സഹിപ്പാൻ നാം ഒരുക്കമുള്ളവരായി അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. അപ്പോൾ നിന്നയും സഹിച്ചുകൊണ്ട് പുറത്തെ ജീവിതം, ഇന്ന് ദൈവമക്കളിൽ വലിയൊരു കൂട്ടം പാളയത്തിനകത്താണ് ജീവിക്കുന്നത്. ഈ പാളയത്തിനകത്താണ് ഈ കോമ്പറ്റീഷനൊക്കെ നടക്കുന്നത്. നമുക്കറിയാം, ഈ പാളയത്തിനകത്ത് വടക്കേന്ത്യയിൽ ഞങ്ങളുണ്ട് ഫെയ്ത്ത് അവാർഡ്, മിഷൻ അവാർഡൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ വലിയ അവാർഡുകളൊക്കെ കൊടുക്കുന്നത്. ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അവാർഡ് കൊടുക്കാൻ ഇവിടെ തുടങ്ങുകയാണ്. അതെല്ലാം വചനം അറിയാത്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പുറത്ത് ജീവിതം അവിടെ നോക്കിയാൽ അവിടെ മലിനമെല്ലാം നിറഞ്ഞു കിടക്കുന്നതാണ്. ആ മലിനതകളെല്ലാം ഉള്ളിടത്തുകൂടെ മാത്രമേ നമ്മുടെ ഗോൽഗോഥായിൽ നമുക്ക് ചെല്ലുവാൻ കഴിയുകയുള്ളൂ. ആ ഗോൽഗോഥായിൽ ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഓട്ടം തീർത്തു എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് എടുത്തുകൊണ്ട് പാളയത്തിന് പുറത്ത് കഷ്ടം സഹിച്ചതുപോലെ അവൻ്റെ പിന്നാലെ പോകുന്ന നാം എല്ലാവരും നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് ഗോൽഗോഥായിലേക്ക് പോകണം. ഈ പാളയത്തിന് പുറത്ത് വന്നാൽ എല്ലാവരുടെയും തോളിൽ ക്രൂശ് കാണാം. പാളയത്തിനകത്ത് വിശ്രമമാണ്, അവിടെ ആരുടെയും തോളിൽ ക്രൂശില്ല. അല്ലെങ്കിൽ വല്ലവരുടെക്കും എന്തെങ്കിലും പ്രയാസം വന്നാൽ ഉടനെ ക്രൂശ് മാറ്റണം എന്നുള്ള ചിന്തയാണ്. എന്നാൽ പാളയത്തിന് പുറത്തു വന്നാൽ എല്ലാവരും ക്രൂശ് എടുത്തുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ ഈ പാളയത്തിന് പുറത്തെ ജീവിതം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ദുഃഖകരമായ ജീവിതമല്ലവേ അല്ല. പാളയത്തിനകത്തെ സന്തോഷത്തേക്കാൾ 10 മടങ്ങ് സന്തോഷം പാളയത്തിന് പുറത്തുണ്ട്. ഈ നിന്ദയും കഷ്ടവും സഹിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ പാളയത്തിന് പുറത്ത് യാത്ര ചെയ്യുന്നവർ കരഞ്ഞുകൊണ്ടല്ല പോകുന്നത്. ഞാൻ അനുഭവത്തോടുകൂടെ പറയുകയാണ്. ഈ പാളയത്തിന് പുറത്തുള്ള അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെ പട്ടിണി കിടക്കേണ്ടി വന്നല്ലോ, നിന്ന സഹിക്കേണ്ടി വന്നല്ലോ, അടി ഏൽക്കേണ്ടി വന്നല്ലോ എന്നുള്ളതായ കരച്ചിൽ കൊണ്ടല്ല പോകുന്നത്. പാളയത്തിന് പുറത്തെ യാത്ര ആനന്ദകരമായ യാത്രയാണ്. അതെങ്ങനെയാണ് പാളയത്തിന് പുറത്തെ യാത്ര ആനന്ദകരമായ യാത്രയാകുന്നത്?
റോമാലേഖനം 14:17 വായിച്ചാൽ. റോമാലേഖനം 14:17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഹല്ലേലൂയ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവരാജ്യത്തിൽ ആയിരിക്കുന്നവരുടെ ഹൃദയം എപ്പോഴും സന്തോഷത്താൽ നിറയുന്ന അനുഭവമാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമില്ല, ആത്മാവിലുള്ള സന്തോഷം നിറഞ്ഞ ജീവിതം. ലോകത്തിൽ ആരെങ്കിലും സന്തോഷമായി ജീവിക്കുന്നെങ്കിൽ ദൈവമക്കൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് പണത്തിൻ്റെ സന്തോഷമുണ്ട്, രാത്രിയിൽ ഉറക്കം വരണേന് ഉറക്ക ഗുളിക കഴിക്കണം. മറ്റ് വലിയ വലിയ പേരും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ അവർക്ക് സന്തോഷം താൽക്കാലിക സന്തോഷം. പണം എണ്ണി കണക്ക് നോക്കുമ്പോൾ ഇത്തന ലക്ഷം രൂപ ബാങ്കിലുണ്ടല്ലോ എന്നൊരു സന്തോഷം, വീട് കാണുമ്പോൾ ഒരു സന്തോഷം, കാറ് കാണുമ്പോൾ സന്തോഷം. എന്നാൽ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ഉറവ പൊങ്ങി വരുന്നത് പോലെ എപ്പോഴും സന്തോഷിക്കുക. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം വായിക്കുന്നത്, എപ്പോഴും സന്തോഷിപ്പിൻ, ഞാൻ വീണ്ടും പറയുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. ഇന്ന് ലോകത്തിൽ സന്തോഷിക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ ദൈവമക്കൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ കിടന്ന് ചാടുന്നത് വെറുതെ ഒരു വെപ്രാളമെന്നല്ലാതെ ഹൃദയത്തിൽ കൂടെ നിറഞ്ഞ സന്തോഷം അവരനുഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എത്ര ഈ വലിയ വലിയ പണക്കാരും സിനിമാ നടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ വലിയ വലിയ ആളുകൾക്ക് ഉറക്കഗുളിയെ തേടിയിരിക്കേണ്ടി വന്നത്? യഥാർത്ഥ സന്തോഷം അവരനുഭവിക്കുന്നില്ല. നാം സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ രാജ്യത്തിൽ ആക്കി വച്ചിരിക്കുകയാണ്. നമ്മെ കർത്താവ് തൻ്റെ രാജ്യത്തിലാക്കി വെച്ച്, ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിലാക്കി വച്ചിരിക്കുക. ആ ദൈവത്തിൻ്റെ രാജ്യമെന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയമോ അല്ല, പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. ആ സന്തോഷം നമ്മൾ എങ്ങനെ അനുഭവിക്കാൻ കഴിയും? സങ്കീർത്തനം 46:4 വായിച്ചാട്ട്. സങ്കീർത്തനം 46:4, സാം 46:4, ഭജന സംഗീത 46:4. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഈ നദി ഏതാണ്? യോഹന്നാൻ്റെ സുവിശേഷം 7:37 മുതൽ 39 വരെ വായിച്ചാട്ട്. ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഈ നദി ഏതാണ്? യോഹന്നാൻ 7:37 മുതൽ 39. യോഹന്നാൻ 7:37-39 തक. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അത് 39 വരെ വായിച്ചാൽ. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ഇവിടെ കർത്താവ് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അതെന്താണ്? പരിശുദ്ധാത്മാവ് ആണ് എന്ന് അവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നഗരത്തെ സന്തോഷിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പാളയത്തിന് പുറത്ത് അവരവരുടെ ക്രൂശും എടുത്തുകൊണ്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന എലിയാസാർ കൂടെയുണ്ട്. ആ എലിയാസാർ നമ്മുടെ കഷ്ടങ്ങളുടെ സമയത്ത് നദിയായി അനുഭവത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നു. അപ്പോൾ എലിയാസാർ ഒരു വ്യക്തിയായി നമ്മളെ ആശ്വസിപ്പിക്കുന്നു. അതോടുകൂടെ ആത്മനദിയായി നമ്മളെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ കഴിവുള്ളതാണ് എലിയാസാറാകുന്ന പരിശുദ്ധാത്മാവാകുന്ന നദി. അപ്പോൾ നാം ക്രൂശും എടുത്തുകൊണ്ട് പാളയത്തിന് പുറത്ത് പോകുമ്പോൾ വെറുതെയല്ല പോകുന്നത്, ആ നദിക്കുള്ളിൽ കൂടെയാണ് നമ്മുടെ യാത്ര മുൻപോട്ട് പോകുന്നത്.
ആ നദിക്കുള്ളിൽ കൂടെ മുൻപോട്ട് പോകുമ്പോൾ ഭാരങ്ങളും പ്രയാസങ്ങളെല്ലാം മാറുന്നു. ഈ നദിയെക്കുറിച്ച് എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെ വായിച്ചാട്ട്. എസെക്കിയേൽ പ്രവചനം 47-ൻ്റെ 3 മുതൽ 5. എസെക്കിയേൽ chapter 37 verse 3 to 5. एसेकियल नबी का 47 से 3 से 5 तक. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. അത് എനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. ആമേൻ.